ഹായ്. അപ്പം 8:35 ആയിട്ടുണ്ടല്ലേ. ഇന്ന് നമുക്ക് സ്കൂളുണ്ട്. പിന്നെ മാത്രമല്ല ഇന്ന് അമലൂര് അച്ഛന് നോമ്പില്ല. ഇന്നലെ അത്താഴത്തിന് നീക്കാത്തതുകൊണ്ട് അല്ലേ. അമല് നാളെ നോമ്പെടുക്കൂലേ? അച്ഛൻ വേഗം ഇടിട്ടാ. അപ്പം നമുക്ക് സ്കൂളിൽ പോവാ. വേഗം വാ. അപ്പം ഇന്ന് ഉച്ചക്ക് സ്കൂൾ വിട്ടിട്ടാ. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് ഞങ്ങൾക്ക് 12:55 വീട്ടിൽ പോവായിരുന്നു. അപ്പോൾ ആ സമയമായപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഒന്ന് കിടന്നുറങ്ങി. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചീരക്കഞ്ഞിയാണ് കേട്ടോ. കുറേ ദിവസമായി പറയുന്നത് നോമ്പിന് കഞ്ഞി വെക്കാണ്. അപ്പം ഇന്ന് രാത്രിക്കൊക്കെ കഞ്ഞിയാണ്. പിന്നെ ഇതാ പത്തിരി കൈകൊണ്ട് പരത്തിയതല്ല, പ്രസ്സിൽ തന്നെയാണ്. പക്ഷെ അമൽഷാൻ പരത്തിയത് കൊണ്ടാണ് ഇതിൻ്റെ കോല ഇങ്ങനെ. അമൽഷാൻ പരത്തും, ഞാൻ പൊടി തട്ടും. പിന്നെന്താണ്, ചിക്കൻ കറി. പിന്നെ ഇന്ന് വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് അന്നദാനത്തിന് പോയിട്ട് വന്ന ചേച്ചി, ഇവിടെ അടുത്തുള്ള ചേച്ചി കൊണ്ടുവന്നതാണ്. ഇതെന്താ കാളനും ഓലൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേരറിയില്ല. അങ്ങനെയുള്ള 3 ഐറ്റം ഉണ്ട്. പിന്നെ അവരുടെ സ്പെഷ്യൽ സാമ്പാർ, സൂപ്പർ സാമ്പാറാണ് കേട്ടോ. നല്ല ചൂടും ഉണ്ട്. ചേച്ചി കൊടുന്നതാണ് അത്. പിന്നെ ചോറ് അത് ചേച്ചി കൊടുന്നതല്ല, ഞാൻ നാളേക്ക് വേവ് കുറച്ചിട്ട് ഊറ്റി വെച്ചതാണ്. കാരണം മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വേറൊരു പത്തിരിച്ചട്ടി ഉണ്ട് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ. പക്ഷെ എനിക്കെന്തോ ഇതിൽ ചുട്ട് കഴിഞ്ഞാലാണ് ഒരു സുഖം കിട്ടുള്ളൂ. വീഡിയോ എടുക്കാൻ നിന്ന സമയം കൊണ്ടൊന്ന് ചെറുതായി കരിയുന്നുണ്ട്. സാരില്ല. ദമലുവിൻ്റെ സ്പെഷ്യൽ പത്തിരി. ദമലുവിന് ഇപ്രാവശ്യം കിട്ടിയ പാത്രാട്ടോ സമ്മാനമായിട്ട്. അപ്പോൾ ഇതാ എണ്ണ. അപ്പോൾ ഇന്ന് പഴംപൊരിയും കൂടി ഉണ്ടാക്കാം അല്ലേ. ഭക്ഷണം ഉണ്ടാക്കലെന്നല്ല കേട്ടോ ഏറ്റവും ടാസ്ക്. ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കലാണ്. കുറേ ഉണ്ടാവും. ഇന്നത്തെ സ്പെഷ്യൽ വെള്ളം, പഴംപൊരി തന്നെയാണ് കേട്ടോ. സൈസ് കുറച്ച് ചെറുതായതാണ്. കുറച്ച് റബ്ബർ പഴംപൊരി. ആ റബ്ബർ പോയതായതല്ല, അത് അപ്പം അതാക്കിയതാണ് അല്ല അമലോ. പിന്നെ ചക്കരമത്ത, പൈനാപ്പിള്, മുന്തിരി, പിന്നെ അച്ചു. ഇതാട്ടെ നമ്മളെ ഡബ്ബറിൽ പഴംപൊരി. ഇതാണ് സുഫീറ ഉണ്ടാക്കിയ പഴംപൊരി. എന്നാ തിന്നണ്ട അവിടെ വെച്ചോ. അതൊന്നും ഇഷ്ടല്ല സാധനല്ലത്. ഉറപ്പുണ്ടല്ലോ. ഈ നോമ്പിന് ഏറ്റവും ചിലവുള്ളത് പൊരിക്കടിക്കാണ് കേട്ടോ. പൊരിക്കടി തിന്നൽ കഴിഞ്ഞാലാണ് എല്ലാവരും ഫ്രൂട്ട്സ് എടുക്കുക. ഈ ഒരു ഡിസംബർ വേണം. ഇത് തീർക്കരുത്, ഇതും തീർക്കരുത്, ഇതും തീർക്കരുത്. അത് തിന്നെങ്കിൽ തിന്നാനാവും അല്ലേ. പിന്നെ ഇതാ പൈനാപ്പിളിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ ഭാഗമാണ് കേട്ടോ. വേസ്റ്റായിട്ട് കളയണ ഭാഗമില്ലേ, സെൻറ്ററിലത്തെ ഭാഗം നല്ല ടേസ്റ്റാണ്. ഉണ്ട്. ചിലവർ പറയാ ചൊറിയുന്നു.
ചിലവര് പറയുന്നത് ചൊറിയുന്നു. തിന്ന് നോക്ക്. ചൊറിയൊന്നുമില്ല. തിന്ന് നോക്കിട്ടോ, എന്നിട്ട് ചൊറിയാണെങ്കിൽ പറ. ഇതാ ഏത് ഭാഗാ? ഇതാ ഈ ഭാഗം. ഫുള്ള് തിന്ന് നോക്ക്. സൂപ്പർ. നിങ്ങളുടെ സൂപ്പറാണ്. ഈ ഭാഗത്ത് നല്ല ടേസ്റ്റ് വരുന്നത്. ഈ ഭാഗയുടെ ഇത്തിരി മധുരം, ഇതാണ് കൂടുതൽ മധുരം. അപ്പം ഇതാ നമുക്ക് വലിയൊരു ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ അച്ഛോ? നല്ല വലുതാണ്. ഇതിൻ്റെ വലുതാണ് കേട്ടോ. ഇതെന്താ സാധനം എന്നൊന്നും അറിയില്ല, കാണുന്നില്ല. ഇതാ ഞങ്ങൾ ഒരു പീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പീസ് എടുത്ത് തിന്ന് കഴിഞ്ഞപ്പോഴും ഓർമ്മ വന്നല്ലേ വീഡിയോ എടുക്കാൻ. അപ്പോൾ അമൽഷാൻ അതാ തിന്നുകൊണ്ടിരിക്കണേ. അമൽഷാൻ പിന്നെ കുപ്പായ ഇടാറില്ല കേട്ടോ, ചൂടായതുകൊണ്ട്. എന്റെ ഫ്രണ്ട് നിങ്ങളെ കണ്ടില്ല, എന്റെ ഫ്രണ്ടിനെ കണ്ടില്ലല്ലോ നിങ്ങള്. ഒരു ദിവസം കാണിക്കാന്നൊക്കെ ഉണ്ട്. നിങ്ങളില്ലേ ഞങ്ങളെ എവിടെയാ നമ്മളെ സ്ഥലം? മാറഞ്ചേരിക്ക് വന്നാല് ഇവിടെ കുറേ ഹിന്ദുക്കളും കുറേ മുസ്ലിമുകളും ഉണ്ടാവും. അടുക്കര അമ്പലം ഉണ്ടാവും. പിന്നെ ഒരു അമ്പലല്ലേ ശിവയുടെ അമ്പലം. എന്താ സ്പെഷ്യൽ? കഞ്ഞി, പിന്നെന്താ? മുന്തിരി, പൈനാപ്പിൾ, ചക്കരമത്ത, പഴംപൊരി, വെള്ളം കലക്കിയത്, പത്തിരിയില്ലേ? പത്തിരി. അങ്ങനെ നേരത്തെ പറഞ്ഞു. പത്തിരി പറഞ്ഞോ? ചിക്കൻ കറി. എന്നാ ഞാൻ അത് കഴിക്കട്ടെ കേട്ടാ. അങ്ങനെ ഞാൻ കഴിക്കാം. എൻ്റെ എവിടെ? കഞ്ഞി കുടിച്ചിട്ട് കഴിച്ചാൽ മതി. ഛർദിക്കെല്ലാം കൂടി ഇനി ഇതെടുത്ത് വെച്ചിട്ട് നമുക്കൊരു 4-5 ദിവസം കഴിക്കാം അല്ലേ? ഇതിലാകെ കുറച്ച് ദിവസം ഉണ്ടാവും. അയ്യോ, അത് കൊറേ ദിവസത്തെ ഉണ്ട്. 1, 2, 3, 4, 1, 2, 3, 4. ഇതിപ്പോ 20 ഇതുണ്ട്. ഓക്കെ, ഇതത് അലിഞ്ഞു പോയി, പെട്ടെന്ന് അലിഞ്ഞിട്ടാ. നല്ല ഫ്രിഡ്ജ് വെച്ചാ എന്നിട്ട് തിന്നോ? ഫ്രിഡ്ജ് വെച്ച് തിന്ന്. അതാ തിന്ന് പല്ലുമ്പോ കുത്തുകലവലു. പല്ലേക്കാത്തോണ്ടല്ലേ ഇപ്പത്. എന്നാ ശരി. ഒരു കാര്യം പറയണ്ടേ, ഇന്ന് ഉച്ചക്കാണ് വന്നത്. ഉച്ചക്ക് വന്നപ്പോഴത്തേനും പഴംപൊരിന്റെ മാവൊക്കെ റെഡിയാക്കി വെച്ച് കുറേ പണികൾ ഉണ്ടായിരുന്നില്ലേ. എന്നാ ബൈ പറയും. ബൈ ബൈ. See you. Good night.